ഇനി ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി. പിടിയിലായ 3 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച കോളേജ്. പിടിയിലായ ആകാശ് റിമാൻഡിൽ. SFI നേതാവിനെ അറസ്റ്റ് ചെയ്തത് കൃത്യമായ തെളിവോടെയെന്ന് പോലീസ്. അകപ്പെടുത്തിയതാണെന്ന് യൂണിയൻ ഭാരവാഹി അഭിരാജ്. കഞ്ചാവ് ശേഖരം പിടികൂടിയത് ഹോസ്റ്റലിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്ന് മുന്നറിയിപ്പ്. മണ്ഡല പുനർനിർണയത്തിനുള്ള കേന്ദ്ര നീക്കത്തിനെതിരായ സമ്മേളനത്തിലേക്ക് കേരളത്തെയും ക്ഷണിച്ച തമിഴ്നാട്. തമിഴ്നാട് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം മുഖ്യമന്ത്രിക്ക് ക്ഷണക്കത്ത് കൈമാറി. സമ്മേളനം ഈ മാസം 22-ന് ചെന്നൈയിൽ. പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെ കുറ്റപ്പെടുത്തി CPM ജില്ലാ നേതൃത്വം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ടായിരുന്നുവെന്ന് CV വർഗീസ്. കയ്യേറ്റം പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് അഭിപ്രായമെന്നും ജില്ലാ സെക്രട്ടറി. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 880 രൂപ വർദ്ധിച്ച് 65,840 രൂപയായി. ഗ്രാമിന് 8,230 രൂപയിലെത്തി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ദന്ത ഡോക്ടർ ജീവനൊടുക്കിയ നിലയിൽ. മരിച്ചത് 31-കാരി സൗമ്യ. ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനം. അന്വേഷണം ആരംഭിച്ച പാറശാല പോലീസ്. മീനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. 18ാം പടി കയറി വരുന്ന ഭക്തർക്ക് പുതിയ പാതയിലൂടെ ദർശനം നൽകുന്ന സംവിധാനത്തിന്റെ ട്രയലും ഇന്ന് ആരംഭിക്കും. ക്രമീകരണം അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ സമയം ദർശനം ലഭിക്കുന്ന രീതിയിൽ. പൂജകൾ പൂർത്തിയാക്കി മാർച്ച് 19-ന് നടയടയ്ക്കും. കാനഡയിലെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ സത്യപ്രതിജ്ഞ ഇന്ന്. മന്ത്രിസഭയിൽ കാർണിയടക്കം 37 മന്ത്രിമാർ. അവസാനമാകുന്നത് ജസ്റ്റിൻ ട്രൂഡോയുടെ 10 വർഷക്കാലത്തെ ഭരണത്തിന്. അക്സർ പട്ടേൽ ഡൽഹി ക്യാപിറ്റൽ നായകൻ. തീരുമാനം KL രാഹുൽ ക്യാപ്റ്റനാകാൻ വിസമ്മതിച്ചതോടെ. ഡൽഹിയുടെ ആദ്യ മത്സരം ലക്നൌവിനെതിരെ.